ദിലീപ് ദേവസ്യയിലേക്ക് കൂടി പോകാം. ദിലീപ് ദേവസ്യ, ഇക്കാര്യത്തിൽ പോലീസിന് പരാതി കിട്ടി ഉടൻ തന്നെ അവർ ഈ ഒരു ദിശയിലേക്ക് അന്വേഷണം എത്തിച്ചത് എങ്ങനെയാണ്? അത്യന്തം നാടകീയമായ സംഭവങ്ങളല്ലേ നടന്നത്? തീർച്ചയായിട്ടും സുജിയ, ഈ പരാതി ലഭിക്കുന്നത് 13-ാം തീയതിന് 6-ാം തീയതി ആയിരുന്നു വിജയലക്ഷ്മിയെ കാണാനില്ലാതായത്. അന്ന് രാത്രി തന്നെയായിരുന്നു ജയകൃഷ്ണൻ്റെ വീട്ടിൽ വെച്ച് ഈ കൊലപാതകം നടക്കുകയും ചെയ്തു. അന്ന് രാത്രി കൊലപാതകം നടത്തിയ ശേഷമാണ് ഈ വലിച്ചു കഴിച്ച, അതായത് വിജയലക്ഷ്മിയുടെ ശരീരത്തിന് നല്ല ഭാരമുണ്ട്, വലിയ അത്യാവശ്യം തടിച്ച ഒരു വ്യക്തിയാണ് വിജയലക്ഷ്മിയെ കെട്ടിവലിച്ചു കൊണ്ട് പോയി എന്നാണ് പോലീസിൻ്റെ അടുത്ത് ഈ ജയകൃഷ്ണൻ മൊഴി നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്: നേരത്തെ തന്നെ ഭാര്യയെ വീട്ടിൽ നിന്ന് ഒഴിവാക്കിയ ശേഷം പെൺസുഹൃത്തായ വിജയലക്ഷ്മിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയും അവിടെ വെച്ച് രാത്രി അസമയത്ത് വിജയലക്ഷ്മിയുടെ ഫോണിലേക്ക് ഒരു ആൾ ഫോൺ വിളിച്ചത് ഇഷ്ടപ്പെടാത്തതിനെ തുടർന്നുണ്ടായ ഒരു തർക്കം, വലിയ തോതിലുള്ള തർക്കമുണ്ടായി. അത് സംഘർഷത്തിലേക്ക് എത്തി. പിന്നീട് പിടിച്ചു തള്ളുകയായിരുന്നു. ഈ തള്ളിയ സമയത്ത് തല ചെന്ന് വാതിൽക്കട്ടിലിടിക്കുകയും വാതിൽക്കട്ടിൽ തലയിടിച്ച് ബോധരഹിതയായി വീണ വിജയലക്ഷ്മിയെ പ്ലെയർ കൊണ്ട് അടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പോലീസിനോട് പറഞ്ഞത്. പിന്നീടാണ് ഈ അന്വേഷണം വഴിതെറ്റിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള ഒരു ആശയം കൊണ്ട് മുന്നിട്ട് വെച്ചത്. ഒരു ദൃശ്യം സിനിമയെ തന്നെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കൊലപാതകം തന്നെയായിരുന്നു. ഇതിൽ നിന്ന് ഈ വിജയലക്ഷ്മിയുടെ മൊബൈൽ ഫോൺ അതായത് മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു യാത്ര എറണാകുളം വരെ നടത്തുന്നു. അവിടെ നിന്ന് കണ്ണൂർ ബസ്സിൽ കയറി വിജയലക്ഷ്മിയുടെ മൊബൈൽ ഫോൺ ആ ബസ്സിൽ ഉപേക്ഷിക്കുകയായിരുന്നു ചെയ്തത്. പക്ഷേ അവിടെയാണ് ഈ പ്രതിയുടെ എല്ലാ തന്ത്രങ്ങളും പാളുന്നത്. ഈ മൊബൈൽ ഫോൺ അവിടെ നിന്ന് KSRTC ഉദ്യോഗസ്ഥന് ലഭിക്കുന്നു. ആ ഉദ്യോഗസ്ഥൻ ഇത് പോലീസ് എത്തുന്നത് വരെ കൊടുക്കുന്നു. പോലീസ് എത്തി ഈ അവസാനത്തെ ഫോൺ ഹിസ്റ്ററികളും മറ്റ് ഫോൺ കോൺടാക്റ്റുകളെല്ലാം പരിശോധിച്ചപ്പോഴാണ് വിജയലക്ഷ്മിയുടെ ഫോണുമായിട്ടുള്ള ബന്ധം മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിൽ പോലീസ് ജയകൃഷ്ണനെ പിടികൂടുകയും പിന്നീട് ചോദ്യം ചെയ്യുകയും ചെയ്തപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇവർ തമ്മിൽ അടുപ്പമുണ്ടായിരുന്നെന്നും കൊലപാതകം നടത്തിയെന്നുള്ളതും. പക്ഷേ ഇത് സമ്മതിക്കാൻ പ്രതി കൂട്ടാക്കിയിരുന്നില്ല. ഇവർ തമ്മിലുള്ള ബന്ധമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ തനിക്ക് പരിചയമുണ്ട്, ഈ കൊലപാതകം നടന്ന ദിവസം ഈ വിജയലക്ഷ്മി കണ്ണൂരേക്ക് പോയി എന്ന് പോലീസിനോട് പറഞ്ഞു. അത് പോലീസിന് ഏറെ നിർണായകമാകുകയും ചെയ്തു. കാരണം അന്ന് കണ്ണൂരേക്ക് പോയിട്ടില്ല. കണ്ണൂർ ബസ്സിൽ നിന്ന് ഈ മൊബൈൽ ഫോൺ കിട്ടി എന്നുള്ളതാണ്. എങ്ങനെ കണ്ണൂരേക്ക് പോകാത്ത വ്യക്തിയുടെ മൊബൈൽ ഫോൺ ഈ എറണാകുളത്ത് എത്തി എന്നുള്ള ചോദ്യം അവസാനത്തെ ടവർ ലൊക്കേഷൻ കഴിഞ്ഞാൽ തെളിവെല്ലാം അവസാനിക്കും, ആ വഴിക്ക് അന്വേഷണം പോകും എന്ന് കരുതിയ ഇടത്താണോ ജയചന്ദ്രന് തെറ്റിയത്? കൂടുതൽ വിവരങ്ങൾ